ഇങ്ങനൊരു കാഴ്ച കണ്ടാൽ ആരാണ് ഇഷ്ടപ്പെട്ടു പോകാത്തതല്ലേ? യുകെയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ട്യൂലിപ്സ് ഗാർഡനായ ടെല്ലീസ് ട്യൂലിപ്സ് ഗാർഡൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് ഫാദർ റിഞ്ചു അച്ഛനാണ്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും റിഞ്ചു അച്ഛനെ അറിയാവുന്നതായിരിക്കും. അറിയാത്തവരാരെങ്കിലും ആണെങ്കിൽ തീർച്ചയായും അച്ഛൻ്റെ ഫാദർ റിഞ്ചു കോച്ച് എന്നുള്ള പേജിൽ വിസിറ്റ് ചെയ്യുക. അച്ഛനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ സാധിക്കും. ഇത് ഏകദേശം 100-ലധികം വെറൈറ്റികളും 5 ലക്ഷത്തിലധികം പ്ലാന്റുകളൊക്കെ പല ലൊക്കേഷനുകളായിട്ട് ഈ ഒരു സ്പ്രിംഗ് സീസണിൽ യുകെയിൽ ഇതുപോലുള്ള മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമസ്കാരം. വാർവിക് ഷെയറിലെ ടുലിപ്പ് ഗാർഡൻ, ഇപ്പോൾ അതിൻ്റെ എല്ലാ ഏരിയയും നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുകയാണ്. ലെങ്ത് കൂടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ ആ ചെടികളെല്ലാം നിങ്ങൾക്ക് ഫ്ലവർ കാണത്തക്ക രീതിയിൽ ഞാൻ താത്ത് കൊണ്ടുപോവാണ്. എല്ലാം വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇത് നോക്കി, ഇത് റെഡ്, ഇത് വേറൊരു കളറായിട്ട് തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ അവിടെ നേരെ അടുത്ത കളറ് വേറൊരു വെറൈറ്റി. നല്ല രസമാണ് ഈ മഞ്ഞ കാണാൻ. കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതങ്ങ് പട്ടുപോകും. നമ്മൾ ഡാഫഡിൽസ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതും അങ്ങ് പട്ടുപോകും. അതിന് കഴിയുമ്പോൾ പിന്നെയും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അവർ കിളിപ്പിച്ചെടുക്കുക. ഏറ്റവും രസമെന്ന് പറയുന്നത്, ഇടയ്ക്കൊക്കെ ആളുകൾ കയറുന്നുണ്ടെങ്കിലും ഒരിക്കലും ആളുകൾ നശിപ്പിക്കാതെ അവരത് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കി ഇതിനിടയിൽ ആളുകൾ നിൽപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഒരിക്കലും അവരൊന്നും ഇതൊന്നും നശിപ്പിക്കത്തില്ല. അവിടെയാ നമ്മുടെയൊക്കെ ഒരു വ്യത്യാസം. ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ എങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കാമെന്ന് നമ്മൾ നോക്കുന്നത്, മറിച്ച് ഇവർ പബ്ലിക് പ്രോപ്പർട്ടിയെ ആ പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഭംഗി. അപാരമായിട്ട് നമുക്കൊരു ചെലന്തിയെ കാണാം കേട്ടോ. ഇവിടെ വന്നിട്ട് കാണാത്തൊരു ജീവിയാണ് അത്. നമ്മുടെ നാട്ടിൽ സുലഭവും. ഓരോ കളർ. ഇത് ആ ഒരു ഏരിയയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റിലും അതുപോലെ തന്നെയുണ്ട്. ഞാനതുകൊണ്ട് ഒരു സൈഡ് മാത്രം കാണിച്ചു പോകാനായിട്ട് ശ്രമിക്കുന്നത്. വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ള പൂവുകളും ഉണ്ട്. ഇതിനകത്ത് ഉണ്ട് ഈ കളറിലുള്ള ഒരു പൂവുണ്ട്, ഇതുണ്ട്. ടുലിപ്പ് ഗാർഡൻ എന്ന് പറയുന്നത് വളരെ ഫേമസാണ്. നമ്മുടെ നാട്ടിലെ പല ആളുകളും വന്നത് കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യും. നമുക്കറിയാവുന്ന ഇത് നോക്കി, വൈറ്റ് ആൻഡ് യെല്ലോ മാത്രം. അതിൻ്റെ ആ ഒരു സുഖം വളരെ കൂടുതലാണ്. നമുക്കിതൊക്കെ കാണാനും സന്തോഷിക്കാനും കഴിയട്ടെ. നമ്മുടെ കുട്ടികൾക്ക് ഇത് കാണുമ്പം കുറച്ചൊരാഗ്രഹം ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം മനോഹരമാക്കാമോ, റോഡിൽ ഒക്കെ ഈ ചപ്പുചവറ് വലിച്ചെറിയുന്നതിന് പകരം എന്തെല്ലാം മനോഹരമാക്കാമോ അതെല്ലാം മനോഹരമാക്കുന്ന ഒരു സിസ്റ്റം വരണം. ഇത് കഴിഞ്ഞാൽ പ്യുവർ റെഡാണ്. അതിനകത്തൊരു വെറൈറ്റി ഇതാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും നമ്മൾ ഓരോ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പണ പോലെ ക്രമീകരിച്ചേക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, റെഡാണ്. ഏതെല്ലാം രാജ്യക്കാരാണെന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം അവരെല്ലാം സംസാരിക്കുന്ന ഓരോ ഭാഷയിലാണ്. ഇതിൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ റെഡുണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഷെയർ ചെയ്താൽ പലരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ. എല്ലാ ഫ്ലവേഴ്സും കാണാനുണ്ട്. വൈറ്റിൻ്റെയൊക്കെ ഒരു മനോഹരം കണ്ടോ. എല്ലാ ഫ്ലവേഴ്സും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ലണ്ടൻ അടുത്താണ് ഈ സ്ഥലം. ഒരു 2 മണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ.
നിങ്ങൾക്ക് ബോറിങ് ആകാതിരിക്കാൻ വേണ്ടി എന്നാലാകുമ്പോൾ ഞാൻ സ്പീഡിലാണ് ഇപ്പം നടക്കുന്നത്. ഓരോന്നിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ക്ലോസ് ചെയ്ത് എടുത്താൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര അട്രാക്റ്റീവാണ്, യാതൊരു സംശയമില്ല. ഇതിൻ്റെ പെറ്റൽസിലൊക്കെ ഒരു ചെറിയൊരു കട്ടിങ് ഒക്കെ ആയിട്ട് നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഫോം ചെയ്തേക്കുന്നത്. ഇതൊക്കെ വേറെ വെറൈറ്റിയാണ്. എന്ത് രസമാണ് ഈ പ്രകൃതി ദൈവം തമ്പുരാൻ കനിഞ്ഞ് തന്നിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കി. ഇതിൻ്റെയൊക്കെ ആ കളറും മനോഹാരിതയൊക്കെ, ഇതിൻ്റെ യെല്ലോ ഒക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെ നമുക്കങ്ങ് ഫീൽ ചെയ്യും. ബേസിക്കലി ഇതിനകത്തൊന്നും ഈ പൊടിയും പടലങ്ങളൊന്നും ഇല്ലെന്നേ. ഇതടുത്ത് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു പണയായിരിക്കാം, അത് കിളിച്ച് വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് ഏത് കളറാണെന്ന് നമുക്കറിയില്ല. നമ്മൾ കണ്ട മനോഹരമായ ഒരു ഏരിയ എന്നുള്ളതേ ഉള്ളൂ. എത്രയും നിങ്ങൾ കവർ ചെയ്ത് തരാമോ അത്രയും കവർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് കിളിച്ചു വരുന്നതേ ഉള്ളൂ. ഓരോന്നും ഓരോ പണയാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതിന് നേരെ ഓപ്പോസിറ്റും അതേ സെയിമാണ്. ഇവിടെയും അതുപോലെ തന്നെ കാണാം. ഇവിടെ തന്നെ എനിക്ക് തോന്നും ഈ കളർ ഫ്ലവർ ആയിരിക്കാം ഇതിനകത്ത് കൂടുതലായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത്. നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് വൈറ്റാണ്. ഇടയ്ക്ക് ഈ വിത്ത് നട്ടപ്പം മറ്റേ ഇതോടെ കയറി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു 3 റോ അത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഫ്രണ്ട് ലെഫ്റ്റാണ്. നമ്മൾ പറയുന്ന പോലെ ദൈവം സൃഷ്ടിച്ചത് നല്ലത് എന്ന് കാണാനും മനസ്സിലാക്കാനും ഇടയാകട്ടെ. താങ്ക് യു.